നമസ്കാരം. എൻ്റെ പേര് ഗ്ലാഡിസ്. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ 2016 ബിടെക് പാസ് ഔട്ട് ആവുന്നത്. അതിനുശേഷം കുറച്ച് നാൾ പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ചാലക്കുടിയിൽ ഹോളിമാത എന്ന് പറഞ്ഞിട്ട് സിവിൽ എഞ്ചിനീയറിംഗിന് മാത്രമായിട്ട് PSC കോച്ചിങ് സെന്റർ ഉണ്ടെന്ന് പറയുന്നത്. അതുവരെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ സാധ്യതകളെ പറ്റി, ഗവൺമെന്റ് സെക്ടറിലുള്ള സാധ്യതകളെ പറ്റി എനിക്ക് അറിയണ്ടായിരുന്നില്ല. 2018 മാർച്ചിലാണ് ഞാൻ ഹോളിമാതയിൽ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് എക്സാമുകളൊന്നും തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തേർഡ് ഗ്രേഡ് ഓഫീസർ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ ഷിൻഡോ സാർ ഇവിടെ ഡെയിലി ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. 5 മിസ്സായിരുന്നു ഞങ്ങൾക്ക് മിക്ക സബ്ജക്റ്റുകളും അന്ന് എടുത്ത് തന്നായിരുന്നത്. പിന്നെ ഹോളിമാതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പോഴും അതിന്റെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് തരുമായിരുന്നു. അത് നമ്മളെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യുകയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് എക്സാം എഴുതിക്കുകയും ചെയ്യാറുണ്ട്. 2019 നവംബർ മാസത്തിലായിരുന്നു PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ തേർഡ് ഗ്രേഡ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള എക്സാം ഉണ്ടായിരുന്നത്. ആ പരീക്ഷയിൽ എനിക്ക് 100ാമത്തെ റാങ്ക് ലഭിച്ചു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തേർഡ് ഗ്രേഡ് ഓഫീസർ ആയിട്ടാണ് ഞാൻ ആദ്യമായി സർവീസിൽ പ്രവേശിക്കുന്നത്. ഇതുകൂടാതെ ഹാർബർ, KLDC, വാട്ടർ അതോറിറ്റി, LSGD എന്നീ ഡിപ്പാർട്ട്മെന്റുകളിലെ ഓഫീസർ പോസ്റ്റിലേക്കുള്ള എക്സാമിന്റെ റാങ്ക് ലിസ്റ്റുകളും ഞാൻ വന്നിരുന്നു. പിന്നീട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സെക്കൻഡ് ഗ്രേഡ് ഓഫീസർ അപ്പോയിന്റ്മെന്റ് ലഭിക്കുകയും അതിലേക്ക് മാറുകയും ചെയ്തു. ഇതുപോലെ ഒന്നിൽ കൂടുതൽ റാങ്ക് ലിസ്റ്റുകൾ ഇടം നേടാൻ സാധിച്ചത് ഹോളിമാതയിൽ പഠിച്ചുകൊണ്ടാണ്. കാരണം ഇവിടുത്തെ ടീച്ചിങ്ങും മെറ്റീരിയൽസും ഒക്കെ വളരെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ആദ്യം തന്നെ ഫോം ചെയ്യുക. ഞാനൊക്കെ പഠിച്ചത് അങ്ങനെയായിരുന്നു. ക്ലാസ് കേൾക്കും, അതിനുശേഷം ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റഡി സർക്കിൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്യാറുള്ള ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ സാധ്യതയുള്ളത് പല സബ്ജക്റ്റുകളിലും കുറെ അധികം വാല്യൂസ് പഠിക്കാൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനകത്ത് കുറെ അധികം വാല്യൂസ് പഠിക്കാനുണ്ട്. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി, ഫൈനസ് മോഡുലസ്, അങ്ങനത്തെ ഇതുപോലെ ഓരോ സബ്ജക്റ്റിലും ഉണ്ട് ഇതുപോലെ കുറെ അധികം വാല്യൂസ്. അപ്പൊ ഞാനൊരു ചെറിയ നോട്ട്ബുക്ക് എടുത്ത് അതിനകത്ത് ഓരോ സബ്ജക്റ്റിലെയും ഇതുപോലെ വരുന്ന വാല്യൂസ് മാത്രം എഴുതി വയ്ക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് എടുത്ത് വായിച്ചുകൊണ്ടേയിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. അങ്ങനെ നമ്മൾ മറക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പിന്നെയും മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം ഷിൻഡോ സാറിന്റെ മോട്ടിവേഷനാണ്. നമ്മൾ കുറെ നാൾ പഠിച്ച് ജോലിയൊന്നും കിട്ടാണ്ടാകുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നിയേക്കാം. പക്ഷെ സാറിന്റെ മോട്ടിവേഷൻ ഒരു ധൈര്യമാണ്. സാർ പറയണ പോലെ നിങ്ങൾ കണ്ടിന്യൂസ് ആയി പഠിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും സ്വപ്നം കാണുന്ന പോലെ ഒരു ഗവൺമെന്റ് ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.